ഖാൻ യൂനിസ് ഹ്യൂമാനിറ്റേറിയൻ സോണിനുള്ളിൽ സ്ഥാപിച്ചിരുന്ന ഹമാസ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിൽ ഇസ്രായേൽ ജെറ്റ് ആക്രമണം നടത്തിയതായി ചൊവ്വാഴ്ച രാവിലെ ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. സൈന്യം പറയുന്നതനുസരിച്ച് ഇസ്രായേൽ സൈനികർക്കും സാധാരണക്കാർക്കുമെതിരെ ഭീകര ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന മനുഷ്യവാസ മേഖലയിൽ സ്ഥാപിച്ചിരുന്ന ഹമാസിന്റെ പ്രധാനപ്പെട്ട കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഹമാസ് നിയന്ത്രണ കേന്ദ്രങ്ങൾ, റോക്കറ്റ് ലോഞ്ചറുകൾ, ആയുധ ശേഖരങ്ങൾ, ടണൽ ഷാഫ്റ്റുകൾ, നിരീക്ഷണ പോസ്റ്റുകൾ, നിയുക്ത മാനുഷിക മേഖലയ്ക്കുള്ളിലെ മറ്റു വസ്തുക്കൾ എന്നിവ ആക്രമണത്തിൽ ഇസ്രായേൽ ഇല്ലാതാക്കി. ഗാസ മുനമ്പിലെ തീവ്രവാദ സംഘടനകൾ ഇസ്രായേൽ ഭരണകൂടത്തിനും IDF സൈനികർക്കും എതിരെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് നിയുക്ത ഹ്യൂമാനിറ്റേറിയൻ ഏരിയയിൽ ഉൾപ്പെട്ട സിവിലിയൻ മേഖല ആസൂത്രിതമായി ദുരുപയോഗം ചെയ്യുന്നത് തുടരുന്നുവെന്നും സൈനിക പ്രസ്താവനയിൽ പറയുന്നു. ഒക്ടോബർ 7-ന് ഗാസ അതിർത്തിക്ക് സമീപം ഇസ്രായേൽ സമൂഹങ്ങൾക്ക് നേരെ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് 1200 പേർ കൊല്ലപ്പെടുകയും 252 ഇസ്രായേലികളും വിദേശികളും ബന്ദികളാക്കപ്പെടുകയും ചെയ്തു. ശേഷിക്കുന്ന 97 ബന്ദികളിൽ 30-ലധികം പേർ മരിച്ചതായി പ്രഖ്യാപിച്ചു. പാലസ്തീൻ പൗരരുടെ അപകട സാധ്യത ലഘൂകരിക്കുന്നതിന് കൃത്യമായ യുദ്ധോപകരണങ്ങളും വ്യോമ നിരീക്ഷണവും മറ്റ് നടപടികളും സ്വീകരിച്ചിരുന്നതായി സൈന്യം കൂട്ടിച്ചേർത്തു.